നടത്തുന്നതെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ആരൊക്കെയാണ് യുദ്ധത്തിനെ അനുകൂലിക്കുന്നത് എന്ന് അറിയുവാനായി കൈകൾ ഉയർത്തുക. ഓക്കെ, നിങ്ങളാണ് യുദ്ധത്തിനെ അനുകൂലിക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് യുദ്ധത്തിനോട് എതിർത്ത് നിൽക്കുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ടീം അംഗങ്ങളെ പരിചയപ്പെടുത്തേണ്ടതാണ്. ഞാൻ എൻ്റെ ടീം അംഗങ്ങളെ പരിചയപ്പെടുത്താനായി ക്ഷണിക്കുന്നു. എൻ്റെ പേര് ബിപിൻ JS. ഞാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ആനന്ദൻ. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ആതിര. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ജോമോൻ. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ടീം ലീഡർ. ഞാൻ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ ടീം അംഗങ്ങളെ പരിചയപ്പെടുത്തുവാൻ ക്ഷണിക്കുന്നു. എൻ്റെ പേര് സ്നേഹ. ഞാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് ശിവാനി. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് വെങ്കടേശ്വരൻ. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് നിയാസ്. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ യുദ്ധം ഒഴിവാക്കാൻ പറ്റില്ല. സ്വാതന്ത്ര്യവും സുരക്ഷയും സംരക്ഷിക്കാൻ യുദ്ധം അനിവാര്യമാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ നമ്മൾ തിരിച്ച് പൊരുതേണ്ടി വരും. ഉദാഹരണം 1999 കാർഗിൽ യുദ്ധം തന്നെയാണ്. നമ്മുടെ സൈനികർ അതിർത്തി കാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ സുരക്ഷിതരായി ഇരിക്കുന്നത്. യുദ്ധം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. യുദ്ധമല്ല, സമാധാനം മാത്രം. നമസ്കാരം. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. പിന്നെ 3 സെക്കൻഡിൽ എല്ലാം കഴിഞ്ഞു. ഇതാണോ നമുക്ക് വേണ്ടത്? സുഹൃത്ത് പറഞ്ഞതുപോലെയല്ല, ജീവഹാനിയും വേദനയുമാണ്. യുദ്ധത്തിൽ മരിക്കുന്നത് സൈനികർ മാത്രമല്ല, 90% സാധാരണ ജനങ്ങൾ മാത്രമാണ്. ഹിരോഷിമയിലും നാഗസാകിയിലും അതാണ് സംഭവിച്ചത്. ഒരു ജീവൻ പോലും തിരികെ കിട്ടിയില്ല. ഇത്ര വലിയ നഷ്ടം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിനിടയിൽ യുദ്ധം അനിവാര്യമാണ്. ഹിറ്റ്ലറുടെ നാസികൾ, ISIS ഭീകരർ ഇവരെയൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞ് തിരുത്താൻ കഴിയുമായിരുന്നില്ല. ലോകത്തിലെ കോടിക്കണക്കിന് ജനങ്ങളെ രക്ഷിക്കുവാൻ യുദ്ധം രണ്ടാം ലോക മഹായുദ്ധം അനിവാര്യമായിരുന്നു. ചിലപ്പോൾ തെറ്റു തിരുത്താൻ ശക്തമായ പ്രതിഷേധങ്ങളും വേണ്ടിവരും. താങ്കൾ സാമ്പത്തിക നാശത്തോടെ ഒട്ടും ചിന്തിക്കുന്നില്ലല്ലോ. ഒരു ദിവസത്തെ യുദ്ധത്തിന് ചിലവഴിക്കുന്ന കോടികൾ കൊണ്ട് നമുക്ക് 100 സ്കൂളുകൾ നിർമ്മിക്കാം, ആശുപത്രികൾ നിർമ്മിക്കാം, പട്ടിണികൾ അകറ്റാം. യുദ്ധം ഒരു രാജ്യത്തെ 50 ലക്ഷത്തോളം പുറകോട്ട് കൊണ്ടുപോകും. റോഡുകൾ, വീടുകൾ, ഫാക്ടറികൾ എല്ലാം നശിക്കും. സുഹൃത്തിന് മറുപടി പറഞ്ഞ് തീരും. സാങ്കേതിക വളർച്ചയോ യുദ്ധം കൊണ്ട് കൊടുക്രൂരമാണ്. പക്ഷേ അതിൻ്റെ കൂടെ പല നല്ല കണ്ടുപിടുത്തങ്ങളും വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ്, റേഡിയോ, ജെറ്റ് വിമാനം, പല മരുന്നുകളും ഇതെല്ലാം യുദ്ധകാലത്താണ് വികസിച്ചത്. അതുകൊണ്ട് മനുഷ്യന്റെ പുരോഗതിക്ക് യുദ്ധം ഒരു കാരണമായിട്ടുണ്ട്. കൊള്ളാം സുഹൃത്തെ, കൊള്ളാം. നിങ്ങൾ പ്രകൃതിയുടെ നാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ബോംബുകൾ പൊട്ടുമ്പോൾ കാടുകൾ കത്തുന്നു, നദികൾ മലിനമാകുന്നു, മണ്ണ് വിഷമാകുന്നു. ബോംബുകളുടെ റേഡിയേഷൻ 100 തവണ അവിടെ നിൽക്കും. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ യുദ്ധം അതിനേക്കാൾ വലിയ നാശമാണ് സൃഷ്ടിക്കുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്ന് പറയാനില്ലേ? നിങ്ങൾ പറയുന്നത് ശരിയല്ല. പ്രകൃതി സുരക്ഷിതമാകണമെങ്കിൽ ആദ്യം രാജ്യം സുരക്ഷിതമാകണം. ഭയം കൊണ്ട് സമാധാനം നിലനിർത്താൻ കഴിയും. ഒരു രാജ്യം ശക്തമായ മറ്റു രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കില്ല. സുഹൃത്തെ, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കൈവശം പല ആയുധങ്ങൾ ഉള്ളത് കൊണ്ടാണ് പല യുദ്ധങ്ങളും നടക്കാതെ നമ്മൾ. സുഹൃത്തെ, യുദ്ധം നല്ലതാണെന്നാണോ പറയുന്നത്? യുദ്ധം നല്ലതാണെന്നാണോ പറയുന്നത്? ഗാന്ധിജി നമുക്ക് യുദ്ധം കൊണ്ടാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഗാന്ധിജി ഒരു വടി പോലും ഉപയോഗിച്ചില്ല. നെൽസൺ മണ്ടേല, മാർട്ടിൻ ലൂതർ കിങ് ഇവരെല്ലാം പറയുന്നത് സമാധാനമാണ് ഏറ്റവും വലുതെന്നാണ്. സുഹൃത്തെ, ദേശീയ ഐക്യം നിലനിർത്തണമെങ്കിൽ യുദ്ധം അത്യാവശ്യമാണ്. യുദ്ധസമയത്ത് ജാതി, മതം, രാഷ്ട്രീയം എല്ലാം മറന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും. ദേശസ്നേഹം കൂടും. നമ്മൾ ഒരു രാജ്യമാണെന്ന് തോന്നൽ വരും.
സുഹൃത്തെ, യുദ്ധം നൽകുന്നത് ദേശീയ ഐക്യമല്ല, വെറുപ്പാണ്. ഒരു യുദ്ധം കഴിയുമ്പോൾ അവിടെ പ്രതികാരം ബാക്കിയാകും. അടുത്ത തലമുറ വീണ്ടും യുദ്ധം ചെയ്യുന്നു. ഇങ്ങനെ വലിയൊരു വലയം ആണ് ഉണ്ടാവുന്നത്. സമാധാനം മാത്രമാണ് നഷ്ടപ്പെടുന്നത്. യുദ്ധം ലക്ഷ്യമാണെന്നല്ല, സമാധാനം തിരികെ കൊണ്ടുവരാനും നീതി സ്ഥാപിക്കാനുമുള്ള അവസാനത്തെ വഴിയാണ് യുദ്ധം. അതിനാൽ ചിലപ്പോൾ യുദ്ധം നടന്നത് വരെ. നന്ദി. ഇന്ന് നമ്മുടെ ശത്രു പാകിസ്ഥാനോ ചൈനയോ അല്ല, പട്ടിണി, ദാരിദ്ര്യം, ക്യാൻസർ, ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇവയെല്ലാം തോൽപ്പിക്കാൻ നമ്മുടെ രാജ്യങ്ങളെല്ലാം ഒരുമിക്കണം. അതിനാൽ ലോകത്തിന് വേണ്ടത് കൂടുതൽ ആയുധങ്ങളല്ല, കൂടുതൽ സ്കൂളുകളും ആശുപത്രികളുമാണ്. നമുക്ക് വേണ്ടത് സമാധാനം മാത്രം. നന്ദി. രണ്ട് ടീമുകളും വളരെ നന്നായി അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഹിരോഷിമയിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം കൂടിയുണ്ട്. യുദ്ധത്തിൽ ആരും തന്നെ വിജയിക്കുന്നില്ല. നമ്മൾ ഒരു മനപ്പാഠം കൃത്യമാക്കേണ്ടതായുണ്ട്. നമുക്ക് യുദ്ധത്തിന്റെ ശ്രുതികളാണോ അതോ കുട്ടികളുടെ ചിരികളുടെ ശബ്ദമാണോ കാതുകളിൽ നിലനിർത്തേണ്ടതെന്ന് നമുക്ക് ആലോചിച്ചു നോക്കാം. നല്ലൊരു നാളേക്കായി, ലോകത്തിന്റെ സമാധാനത്തിനായി നമുക്ക് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ ജീവിതം മുന്നോട്ട് നയിക്കാം. നന്ദി, നമസ്കാരം.